ഹായ് ഗൈസ്, എല്ലാവർക്കും ബ്രേക്ക് ദ നോളജിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കി, എക്സ് ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 20 days ആൻഡ് വൈ ഇൻ 25 days. ഇഫ് ദ വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ് സ്റ്റാർട്ടിങ് വിത്ത് എക്സ്, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ബി കംപ്ലീറ്റഡ്? ഒന്നുമില്ലടാ, സിമ്പിൾ അല്ലേ. എക്സ് നോക്കിയേ 20 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, വൈ 25 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഇവർ രണ്ടുപേരുടെ LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് 100 കിട്ടും. നമ്മൾ തന്നിരിക്കുന്ന ഡേയ്സിൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. ടോട്ടൽ വർക്ക്. ഇനി ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ഹൗ മെനി ഡേയ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫിഷ്യൻസി കിട്ടുന്നത്. സോ എഫിഷ്യൻസി, എക്സിൻ്റെ എഫിഷ്യൻസി 5ഉം വൈയുടെ എഫിഷ്യൻസി 4ഉം ആണ്. സോ എന്ത് ചെയ്യാം, ആദ്യം എക്സ് ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡേ എക്സ് വന്നിട്ട് 5 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് ഡേ വന്നിട്ട് 4 യൂണിറ്റ് വൈ കംപ്ലീറ്റ് ചെയ്യും. സോ ഈ 2 ഡേയ്സിന് നമ്മൾ എടുക്കുമ്പോൾ 9 യൂണിറ്റ് 2 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 9 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് 100 യൂണിറ്റ് വർക്ക് ഉണ്ട്. സോ ഈ ഒരു 9 ഏകദേശം 100ലേക്ക് എനിക്ക് എത്തിക്കണം. സോ ഇന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ എത്തിക്കാം? 11 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 99 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഞാൻ ഡേയ്സും അതിനനുസരിച്ച് മാറുമല്ലോ. സോ 22 ഡേയ്സ് കൊണ്ട് ഇതിന് 11 കൊണ്ട് എൻഡ് ചെയ്തിട്ട് 22 ഡേയ്സ് കൊണ്ട് എനിക്ക് 99 യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ബി കംപ്ലീറ്റഡ്? സോ 22 ഡേയ്സ് കൊണ്ട് എനിക്ക് 99 യൂണിറ്റ് വർക്ക് ചെയ്യും. 99 യൂണിറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഒരു യൂണിറ്റ് അടുത്ത ദിവസം എക്സ് വന്നിട്ട് ചെയ്യും. ടോട്ടൽ എത്ര ആയിരിക്കും? 23 ഡേയ്സ് കൊണ്ട് എനിക്ക് എൻറ്റയർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈസി അല്ലടാ. സോ ഫോളോ ഫോർ മോർ ആൻഡ് സബ്സ്ക്രൈബ്.